ഡൽഹിയിൽ CBI ആസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. കരൂർ ദുരന്തത്തിൽ ചോദ്യം ചെയ്യലിനായി CBI വിളിപ്പിച്ചിരിക്കുകയാണ് വിജയെ ഡൽഹിയിലേക്ക്. നേരത്തെ കരൂർ അപകടത്തിൽ വിജയുടെ വാഹനം CBI പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഡൽഹിയിൽ എത്തിയിരിക്കുന്നു CBI ആസ്ഥാനത്തെ വിജയ് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യലിനാണോ അതോ BJP സഖ്യ കക്ഷിയാകാൻ TVK സമ്മർദ്ദം ചെലുത്തുകയാണോ എന്നുള്ളതാണ് DMK സംശയിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യൽ ഡൽഹിയിൽ, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം DMK ചോദിച്ചത്. ഇപ്പോൾ മൊഴി നൽകാൻ CBI ആസ്ഥാനത്ത് വിജയ് എത്തി എന്നുള്ളതാണ്. സുനിലുണ്ട് വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ വിജയ് CBI ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്യലാണോ മൊഴിയെടുക്കലാണോ, എന്താണ് ഈ വിളിപ്പിച്ചതിന്റെ സ്വഭാവം? സ്മൃതി, വിജയ് CBI ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ കേസിലെ സാക്ഷിയായാണ് വിജയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിപട്ടികയിലല്ല വിജയ് ഉള്ളത്. ഏതായാലും ഈ കേസിൽ വിജയ്ക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് കൂടിയായിരിക്കും ഈ ഒരു സന്ദർശന ലക്ഷ്യം. ഏതായാലും വിജയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനായി വിജയെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. നേരത്തെ TVKയുടെ 3 നേതാക്കന്മാരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവരെ CBI ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷമാണ് വിജയെ ഇപ്പോൾ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സാക്ഷിയായി കേസിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും CBIക്ക് ചോദിച്ചറിയാനുള്ള കാര്യങ്ങൾ വിജയിൽ നിന്ന് ചോദിക്കുക, വിജയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. കാരണം ഈ കേസിൽ വിജയ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കരൂരിലെ ദുരന്തം എന്നത് അത് ഒരു ഗൂഢാലോചനയാണ് എന്നാണ് വിജയ് പ്രധാനമായും ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ കേസുമായി എത്തിയപ്പോഴും അവിടെ ഉയർത്തിയ വാദവും പ്രധാനമായും ഇതായിരുന്നു. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ CBIക്ക് മുമ്പിൽ വിജയ് വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നതാണ് വിജയ് പ്രധാനമായും നേരത്തെ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കേസ് CBIക്ക് വിടാനുള്ള തീരുമാനം സുപ്രീം കോടതി എടുത്തത്. അതേസമയം ഈ കേസ് നേരത്തെ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ വിജയ്ക്കെതിരെ വലിയ വിമർശനമാണ് അന്ന് മദ്രാസ് ഹൈക്കോടതി ഉയർത്തിയത്. SIT അന്വേഷണം ശരിവെക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് മദ്രാസ് ഹൈക്കോടതി പോയിരുന്നു. പക്ഷേ പിന്നീട് സുപ്രീം കോടതി അതിന് വിരുദ്ധമായ തീരുമാനത്തിലേക്കാണ് പോയത്. ഏതായാലും ഈ കേസിൽ CBI നടത്തുന്ന അന്വേഷണമൊക്കെ തന്നെ രാഷ്ട്രീയമായി വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ CBIയുടെ ഈ ഒരു ചോദ്യം ചെയ്യൽ എന്നത് സാക്ഷി എന്ന നിലയിൽ വിജയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക, വിജയ്ക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ദില്ലിയിലെ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ടാവുക. ഏതായാലും കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ CBI അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയും അത് പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് വിജയെ ദില്ലിയിലേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സമയം വൈകി വിജയ് കരൂരിലെത്തി? മാത്രമല്ല ഈ ആംബുലൻസ്, ഈ ദുരന്തമുണ്ടായപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് എത്തിയപ്പോൾ അത് TVK പ്രവർത്തകർ തടസ്സപ്പെടുത്തിയെന്നുള്ള ആരോപണങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടൊപ്പം ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ വിജയ് അവിടെ നിന്ന് പോയ ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ കാണാനായി വിജയ് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിജയിൽ നിന്ന് കാര്യങ്ങൾ CBI ചോദിച്ചറിയും. ഏതായാലും സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. മൊഴി നൽകാനാണ് ഇപ്പോൾ വിജയ് ദില്ലി